ഹാജറാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഒരു 1/2 കിലോ നെത്തോലി വെച്ചിട്ടുള്ള ഫ്രൈ ആണ്. നമ്മുടെ നാട്ടിലെല്ലാം നെത്തളെന്ന് പറയും, ചെറിയ മീൻ നെത്തോലി. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതാണ്. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് വലിയൊരു സ്പൂണ് മുളക് പൊടി എടുക്കുന്നുണ്ട്. 1/2 കിലോ മീനിന് എത്ര വേണം അത്ര, അപ്പോൾ ഒരു വലിയ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് വിനീഗർ ഒഴിക്കാം. ചെറിയ സ്പൂണിന് 3 സ്പൂണിനോളം മതി വിനീഗർ ഒഴിച്ച്. ഇനി നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 നുള്ള് ചെറിയ ജീരകം കൂടി ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ ടേബിൾ സ്പൂണ് ഓയിലാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക. വെളിച്ചെണ്ണയെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക. ഞാൻ അധികം ഉപയോഗിക്കുന്നത് സൺപ്യൂർ ഓയിലാണ്. അപ്പോൾ ഞാനിതാ ഒരു വലിയ ടേബിൾ സ്പൂണ് സൺപ്യൂർ ഓയിലും കൂടി മിക്സ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നെത്തോലി ഇതിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 10 മിനിറ്റോളം മാറ്റി വെക്കാം. അല്ല ഒരു 5 മിനിറ്റ് വെച്ചാലും മതിയാവും. അപ്പോൾ അതിന് മസാല എല്ലാം നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച നെത്തോലി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മസാല എല്ലാം പിടിക്കുന്ന വരെയാക്കിയിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, ഇഷ്ടപ്പെട്ടാൽ. പിന്നെ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമൻറ്റും കൂടി നിങ്ങൾ ഇടണം. കമൻറ്റ് ഇട്ടാലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെന്നെല്ലാം എനിക്കറിയാൻ പറ്റും. പിന്നെ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇതാ ഒരു തവ വെച്ചിട്ടുണ്ട്. തവയിൽ നമുക്ക് കുറച്ച് എണ്ണ പോരാ, ഒരു 2-3 വലിയ ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ഒഴിക്കേണ്ടി വരും. എന്താണെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് കറുമുറാന്ന് ഫ്രൈ ആവേണ്ട ഒരു മീനാണ്. അപ്പോൾ നമുക്ക് പൊരിച്ചെടുക്കും പോലെ, കബാബിനെ പൊരിച്ചെടുക്കും പോലെ എടുക്കണം, ഇനിയും നല്ലതാണ്. അപ്പോൾ ഇതാ ഞാൻ 2-3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് മീനെല്ലാം അതിലേക്ക് വാരിയിടുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടിട്ടൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകണം. ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാം കൂടി ഒരു 10 മിനിറ്റിൽ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും നമുക്ക്. പെട്ടെന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കിട്ടും. അവിടുന്ന് വരുമ്പം തന്നെ ഇത് നല്ല ക്ലീൻ ആക്കിയിട്ടാണ് വരുന്നത്. പിന്നെ നമ്മളൊന്ന് കഴുകിയാൽ മാത്രം മതി. ഇതാ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇതാ നന്നായിട്ട് ഫ്രൈ ആയി. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല